എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ജൂൺ 26 വ്യാഴാഴ്ച. മന്ത്ലി എക്സ്പയറി കൂടിയായ ഇന്ന് കഴിഞ്ഞ 5 മാസത്തെ മന്ത് എക്സ്പയറി ഒച്ചി ഇഴയുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ആമ നീങ്ങുന്ന രൂപത്തിലുള്ള ട്രേഡർമാരെ വെറുപ്പിക്കുന്ന ഒരു സെഷനുകളായിരുന്നു. എന്നാൽ ഇന്ന് അതിശക്തമായ ഒരു വൺ സൈഡ് മൂവിങ്. രാവിലെ 1 മണിക്കൂറോളം കുറച്ച് പരിതാപകരമാക്കിയെങ്കിലും സ്റ്റാർട്ടിങ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഒരു നല്ലൊരു റാലി നടത്തി പിന്നീട് അവിടുന്ന് ചെറുതായി ഡൗൺ സൈഡ് വന്ന് ചെറിയൊരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു സൈഡ് വേ നടത്തിയെങ്കിലും പിന്നീട് അതിശക്തമായ റാലിക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഏതായിരുന്നാലും കഴിഞ്ഞ 5 മാസത്തിന് ശേഷം ലാസ്റ്റ് ഇന്ന് ജൂൺ മന്ത് എക്സ്പയറിക്ക് മാർക്കറ്റ് എല്ലാ ട്രേഡർമാരെയും വളരെയധികം സന്തോഷപ്പെടുത്തിയെന്ന് തന്നെ വിചാരിക്കാം. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് വരാം. നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഞങ്ങൾ ഓപ്ഷൻ ബയ്യിങ് അതുപോലെ തന്നെ കമ്മോഡിറ്റി ട്രേഡിംഗ്, ഫോറക്സ് ട്രേഡിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് ഞങ്ങളുമായി ബന്ധപ്പെടുക. ഓക്കെ. മിഡിൽ ഈസ്റ്റിൽ ഇറാനും അതുപോലെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം, അതിന് വെടിനിർത്തലിൻ്റെ സ്റ്റാബിലിറ്റി നിലവിൽ വന്നതോടുകൂടി ഇന്നത്തെ 3ാമത്തെ ദിവസവും മാർക്കറ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതോടൊപ്പം ക്രൂഡ് ഓയിൽ വിലയിലെ ഇടിവും ഡോളർ ഇൻഡെക്സിലെ വീക്കും ഇന്ന് മാർക്കറ്റിന് കരുത്തായിട്ടുണ്ട്. FIRസിൻ്റെ ബയ്യിങ്ങിൽ ഇന്നത്തെ ട്രേഡിങ്ങിനിടയിൽ നിഫ്റ്റി 304 പോയിൻ്റ് ഉയർന്ന് 9 മാസത്തെ ഉയർന്ന ആ ഒരു പൊസിഷനിലേക്ക്, ആ ഒരു സ്റ്റേജിലേക്ക് എത്തി 25,549 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 9 മാസത്തിന് ശേഷമുള്ള ഹയർ ലെവലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെൻസെക്സ് ആണെങ്കിൽ 1000 പോയിൻ്റാണ് ഇന്ന് കയറിയിരിക്കുന്നത്. 83,755 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇൻട്രാഡേ ലെവലിൽ ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തത് 25,565. ശ്രീറാം ഫിനാൻസ്, ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, ടാറ്റ സ്റ്റീൽ, അതുപോലെ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് എന്നിവയാണ് നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. അദാനി പോർട്സും ബജാജ് ഫിനാൻസും ഭാരതി എയർടെല്ലും എറ്റേണലൊക്കെ തൊട്ടടുത്ത് തന്നെയുണ്ട്. എന്നാൽ ഡോക്ടർ റെഡ്ഡീസ് ലാബ്സ്, അതുപോലെ ടെക് മഹീന്ദ്ര, ഹീറോ മോട്ടോകോപ്പ്, മാരുതി സുസുക്കി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, വിപ്രോ തുടങ്ങി 8ഓളം സ്റ്റോക്കുകൾ ഇന്ന് വളരെ പിന്നിലായി. 0.45 മുതൽ 1.31% വരെയാണ് ഇത് താഴ്ന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇടിവ് നേരിട്ടത് ഡോക്ടർ റെഡ്ഡീസ് ലാബാണ്, 1.50. അതേസമയം നിഫ്റ്റി ഇൻഡെക്സ് ഹെവി വെയ്റ്റ് റിലയൻസ് ഇൻഡസ്ട്രീസ് 1.91% നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള ഈ കമ്പനി 2024 സെപ്റ്റംബർ 27 ശേഷം ആദ്യമായി ഇന്ന് 20 ട്രില്യൺ രൂപയുടെ വിപണി മൂലധന നിലയാണ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. മാർക്കറ്റ് ക്ലോസിങ്ങോടെ NSEയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് വിപണി മൂലധനം 20,23,510 രൂപയായി ഉയർന്നിട്ടുണ്ട്. ബോർഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 0.59%, അതായത് 345 പോയിൻ്റാണ് ഇന്ന് ഉയർന്നിരിക്കുന്നത്. അതുപോലെ സ്മോൾ ക്യാപ്പ് 0.42% നേട്ടത്തോടെ. സെക്ടറൽ ബേസിൽ ബാങ്ക് നിഫ്റ്റി 1.03% ഉയർന്ന് 57,206 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 1.13% ഉയർന്ന് 57,263 എന്നുള്ള ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റി റിയാലിറ്റി, IT, അതുപോലെ മീഡിയ എന്നിവ ഒഴികെ NSEയിലെ മറ്റെല്ലാ സെക്ടറൽ ഇൻഡെക്സുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് 2.31% ഉയർന്ന് മറ്റുള്ളവരേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസസ്, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സുകൾ ഓരോന്നിനും 1%-ലധികം
നേട്ടമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. NSEയിൽ ട്രേഡിംഗ് നടന്ന 2975 സ്റ്റോക്കുകളിൽ 1474 എണ്ണം ഇന്ന് പോസിറ്റീവിലാണ്, 1397 എണ്ണം റെഡിലും, 104 എണ്ണം മാറ്റവുമില്ലാതെ തുടരുന്നു. 52 വീക്സിലെ ഏറ്റവും ഹൈ ലെവലിലെത്തിയ സ്റ്റോക്കുകളുടെ എണ്ണം 69 എണ്ണമാണ്. അതേസമയം 52 വീക്കിലെ ഏറ്റവും ലോ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്കുകൾ 22 എണ്ണമായിട്ടുണ്ട്. ഇന്ന് NSEയിൽ 77 സ്റ്റോക്കുകൾ അവയുടെ ഉയർന്ന സർക്യൂട്ട് പരിധിയിലും 58 എണ്ണം താഴ്ന്ന സർക്യൂട്ടുകളിലും എത്തിയിട്ടുണ്ട്. ഇന്ത്യ വിക്സ് 2.87% കുറയുകയാണ് ചെയ്തത്, 12.59 ക്ലോസ് ചെയ്തു. മറ്റൊരു കാര്യം, 10 വർഷത്തെ ബോണ്ടുകൾക്ക് ഇടയിലുള്ള വിളവ് സ്പ്രെഡിങ് കുറഞ്ഞതുകൊണ്ട് FIers അവരുടെ ഹോൾഡിങ്സ് കുറച്ചിട്ടുണ്ട്. മെച്ചപ്പെട്ട ലിക്വിഡിറ്റി സാഹചര്യങ്ങളും ഡൊമസ്റ്റിക് കൺസപ്ഷനിലെ തിരിച്ചുവരവും കാരണം DIers ഇന്ന് ഒരു ബയ്യിങ് കണ്ടിന്യൂ ബയ്യേഴ്സായിരുന്നു ഇന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ബോർഡർ മാർക്കറ്റിലുടനീളം ബാങ്കിങ്, ആട്ടോ തുടങ്ങിയ പ്രധാന സെക്ടറുകളിൽ അവർ ശ്രദ്ധേയമായ വാങ്ങലാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻഫ്ലേഷൻ ആശങ്കകൾ കുറഞ്ഞതിൻ്റെ പിന്തുണ കൂടെ അവർക്കുള്ളതുകൊണ്ട് ഒരു നല്ല ബയേഴ്സായി ഇന്ന് മാറി. കഴിഞ്ഞ ദിവസം നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിന് മുന്നത്തെ ദിവസം, അതായത് ഇന്നലെ നമ്മൾ വാച്ച് ചെയ്യാൻ പറഞ്ഞിരുന്ന ലെവലുകൾ തീർച്ചയായും അത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയോ നമുക്ക് ആക്റ്റീവായിട്ടോ ഉണ്ടാവുകയില്ല. കാരണം ഇന്നലെ മാർക്കറ്റ് അത്രയും ബോറായിരുന്നു. ഓക്കെ, അതുകൊണ്ട് നമുക്കത് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നാളെ മാർക്കറ്റ് തീർച്ചയായും വീണ്ടും മുകളിലേക്ക് തന്നെ പോവാനാണ് സാധ്യത. കാരണം ഇപ്പോൾ 25,250 എന്നുള്ള ഒരു ക്രൂഷ്യൽ ലെവലും ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം 300 പോയിൻറ്റിന് മുകളിൽ വന്ന് ഇപ്പോൾ 25,500 നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിനുശേഷം 25,700. അപ്പോൾ 25,700 ഇമ്മീഡിയറ്റ് ഇപ്പോൾ റെസിസ്റ്റൻസാണ്. എന്തായാലും അത് നാളെ കവർ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഫ്രൈഡേ ആയതുകൊണ്ട് ഒരുപക്ഷെ അതിനുശേഷം താഴത്തേക്ക് വരികയോ അല്ലെങ്കിൽ കണ്ടിന്യൂ അപ്സൈഡിലേക്ക് പോയി ഈ ആഴ്ച അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് 26,000 അല്ലെങ്കിൽ 25,900 അല്ലെങ്കിൽ 26,000 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് നെക്സ്റ്റ് വീക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും നമുക്ക് നോക്കാം. ഇപ്പോൾ 25,549 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളെ അത് 25,650 അല്ലെങ്കിൽ 630 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് തീർച്ചയായും ഫില്ല് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ഫിൽ ചെയ്യുന്ന പക്ഷം നോക്കൂ, ഇപ്പോൾ ഇവിടെ 25,640 അതിനുശേഷം ഒരു ഗ്യാപ്പ് ഫില്ലിങ് വരും. ഗ്യാപ്പ് ഫില്ലിങ് വരുമ്പോൾ 25,780 വരെ അല്ലെങ്കിൽ 25,800 വരെയൊക്കെ നാളെ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് കണ്ണുമൂടി എടുക്കരുത്. ശ്രദ്ധിച്ച് പോകുക, ശ്രദ്ധിച്ച് എൻട്രി ആൻഡ് എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ് കണ്ടിന്യൂ കൺഫേമായും അല്ലെങ്കിൽ സ്ട്രിക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് പഠിക്കുക. നമുക്ക് നാളെ നിഫ്റ്റിയിൽ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ലെവലായിട്ട് ഇപ്പോൾ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ ഇപ്പോൾ ഇന്ന് 25,550 ഒരു 100 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ വന്നതെന്നാൽ തന്നെ 25,600 മുകളിൽ വരും. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം താഴെ വന്ന് വരികയാണെങ്കിൽ തിരിച്ച് നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ്, അതായത് നമ്മൾ വാച്ച് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,610. ഓക്കെ, 25,610 റെസിസ്റ്റൻസ് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത്, നമ്മുടെ സപ്പോർട്ട് ഇതാണ് 25,330. ഓക്കെ, 25,610 റെസിസ്റ്റൻസും 25,330 സപ്പോർട്ട് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 57,263. നമുക്ക് നെക്സ്റ്റ് 57,313 57,313 റെസിസ്റ്റൻസ് ലെവലാണ്. സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റേഞ്ചിൽ വാച്ച് ചെയ്യാവുന്നതാണ്. 56,820. ഓക്കെ, അപ്പോൾ
ബാങ്ക് നിഫ്റ്റിയിൽ ഈ ലെവലുകൾ വാച്ച് ചെയ്യാം. റെസിസ്റ്റൻസ് ആയിട്ട് 83,810 കേട്ടോ. 83,810 സപ്പോർട്ടായിട്ട് ഈ ഒരു സോണിൽ വാച്ച് ചെയ്താൽ മതി. 83,150 സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ സെൻസെക്സിൽ ഇങ്ങനെയും വാച്ച് ചെയ്യാവുന്നതാണ്. ഈ 3 ഇൻഡെക്സുകൾ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് നാളെ ഈ ലെവലുകൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഉചിതമായ സമയത്ത് സ്റ്റോപ്പ് ലോസോട് കൂടിയിട്ട് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.